Hello friends, welcome back to Full Stack Solutions. Lead code problem number 2620 counter. നമുക്കതിന് പ്രോബ്ലം വായിച്ചു നോക്കാം. Given an integer n, return a counter function. This counter function initially returns n and then returns one more than the previous value every subsequent time it is called n, n plus 1, n plus 2, etc. അതായത് നമുക്കിവിടെ ഒരു ഇൻറ്റീജർ തന്നിട്ടുണ്ട്. ഇൻറ്റീജറിന് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ വേറൊരു കൗണ്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം. കൗണ്ടർ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതാണോ വാല്യൂ പാസ് ചെയ്യുന്നത്. ഇവിടെ ഈ എക്സാമ്പിൾ 10 എന്നുള്ള വാല്യൂ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൗണ്ടർ ഫംഗ്ഷൻ ആയിരിക്കും റിട്ടേൺ ആയിട്ട് വരുന്നത്. ഈ കൗണ്ടർ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഇനീഷ്യലി നമ്മൾ 10 എന്നുള്ള വാല്യൂ പാസ് ചെയ്യുന്ന സമയത്ത് 10 തന്നെയായിരിക്കും ഇനീഷ്യലി റിട്ടേൺ ആയിട്ട് വരുന്നത്. ദെൻ സബ്സിക്വൻറ്റ് കോളിങ്ങിൽ ഈ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 10 എന്നുള്ളത് 11 ആവണം, 11 എന്നുള്ളത് 12 ആവണം. സോ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ ക്രിയേറ്റ് കൗണ്ടർ എന്ന് കൊടുക്കാം. യൂസർ സെൻഡ് ചെയ്യുന്ന ആ നമ്പർ റിസീവ് ചെയ്യുന്നു. ദെൻ റിട്ടേൺ ചെയ്യേണ്ടത് വേറൊരു ഫംഗ്ഷനാണ്. റിട്ടേൺ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന റിട്ടേൺ n പ്ലസ് പ്ലസ്. ഏത് വാല്യൂയാണ് പാസ് ചെയ്യുന്നത് ആ പാസ് ആദ്യം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും, അതിനുശേഷം ആ നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്യും. നമുക്കിതൊന്ന് കോൾ ചെയ്ത് നോക്കാം. കോൺസ്റ്റ് കൗണ്ടർ ക്രിയേറ്റ് കൗണ്ടർ. നമുക്കിനി കോൾ ചെയ്യാം. കൗണ്ടർ സോ ഇനീഷ്യൽ വാല്യൂ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഇനീഷ്യൽ വാല്യൂ ഏത് നമ്പറാണോ പ്രൊവൈഡ് ചെയ്യണത് പാസ് ചെയ്യുന്നത് ആ നമ്പർ തന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതായത് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഫംഗ്ഷൻ ആയിരിക്കും റിട്ടേൺ ചെയ്യണത്. റിട്ടേൺ ചെയ്യുന്നത് ഇത് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ഓപ്പറേഷനാണ്. അതായത് ആദ്യം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും, അതിനുശേഷമായിരിക്കും ഇൻക്രിമെൻ്റ് നടക്കുന്നത്. അതിനുശേഷം അടുത്ത കോൾ ചെയ്യുന്ന സമയത്ത് അടുത്ത കോളിങ്ങിൽ എന്ത് സംഭവിക്കുന്നത്, റിട്ടേൺ ചെയ്ത ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. 10 എന്നുള്ളത് 11 ആയിരിക്കും. സോ അങ്ങനെ സമയത്ത് ഈ കോളിങ്ങിൽ റിട്ടേൺ വരുന്നത് 11 എന്നുള്ള വാല്യൂ ആയിരിക്കും. ദെൻ അടുത്ത കോളിങ്ങിൽ 12 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. സോ ബേസിക്കലി ഇവിടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് വർക്കാവുന്നത്. അതായത് നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, ആ കോൾ ചെയ്യുന്ന സമയത്ത് വേറൊരു അതിൻ്റെ അകത്തുള്ള ഇന്നർ ഫംഗ്ഷനാണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഇന്നർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്താലും നമുക്ക് അതിന് പുറത്തുള്ള ഔട്ടർ ഫംഗ്ഷൻ്റെ ലെക്സിക്കൻ സ്കോപ്പ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ലെക്സിക്കൻ വേരിയബിൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈവൻ നമ്മൾ ഫംഗ്ഷൻ റിട്ടേൺ ആയിട്ട് പോലും നമുക്ക് ഈ നമ്പറിനെ ഇൻക്രിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ആ കൺസെപ്റ്റാണ് ക്ലോഷർ എന്ന് പറയുന്നത്. സോ ക്ലോഷേഴ്സ് മിക്ക ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ നമുക്കിനി ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കോംപ്ലക്സിറ്റി വരുന്നത് നമുക്കറിയാം, ജസ്റ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് O(1) ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. ഓക്കെ, നമുക്കിനി വേറൊരു ലീഡ് കോഡ് പ്രോബ്ലം ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.